ബഹുമാനപ്പെട്ട അലിയാർ തങ്ങൾ പറയുകയാ, ശ്രദ്ധിച്ചുകൊള്ളുക. ദഖൽതു അനാ വ ഫാത്തിമ, ഞാനും ഫാത്തിമ ബീവിയും കൂടി അലാ റസൂലില്ലാഹ്, നിബിതങ്ങളിലേക്ക് കടന്നു ചെന്നുപോയി. നിബിതങ്ങളിലേക്ക് കടന്നു ചെന്നു. നിബിതങ്ങളെ കാണുന്നതിന് വേണ്ടി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി സംസാരിക്കുന്നതിന് വേണ്ടി, കുടുംബ ബന്ധം പുതുക്കുന്നതിന് വേണ്ടി, അവിടുത്തവരുടെ പരിശുദ്ധമായ വജ്ഹു ശരീഫിനെ കാണുന്നതിന് വേണ്ടി, സന്തോഷം പങ്കിടുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട അലിയാർ തങ്ങളും ഫാത്തിമ ബീവിയും കൂടി അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് കടന്നു ചെന്നു. ഫവജദ്നാഹു യബ്കി ബുകാഅൻ ശദീദാ, ആ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാ സഹോദരാ, കരഞ്ഞുകൊണ്ടിരിക്കുകയാ. വല്ലാത്ത കരച്ചിലാണ്, കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകുകയാ. എത്രത്തോളം എന്ന് വെച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ദാടിരോമമുണ്ടല്ലോ, ആ ദാടിരോമം നനയുന്ന അവസ്ഥയിൽ കരഞ്ഞുപോയി. ഈ ഫാത്തിമ ബീവി ചോദിക്കുകയാ, അലിയാർ തങ്ങൾ ചോദിക്കുകയാ, ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്, ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്, എന്റെ ഉമ്മയെക്കാളും എന്റെ വാപ്പയെക്കാളും എന്റെ മാതാപിതാക്കളെക്കാളും അങ്ങേ ഞാൻ സ്നേഹിക്കുന്ന പ്രവാചകരെ, അങ്ങേ ഞാൻ സ്നേഹിക്കുന്ന പ്രവാചകരെ, മല്ലദീ അബ്കാക യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്തിനാണ് പ്രവാചകരെ അങ്ങ് കരയുന്നത്? അങ്ങയുടെ ഭാര്യമാരെ കുറിച്ച് ഓർത്തുകൊണ്ടാണോ കരയുന്നത്? അങ്ങയുടെ മക്കളെ കുറിച്ച് ഓർത്തുകൊണ്ടാണോ കരയുന്നത്? ദുന്യവിയായ കാര്യങ്ങളെ കുറിച്ച് ഓർത്തുകൊണ്ടാണോ കരയുന്നത്? അതല്ല മരണത്തെ കുറിച്ച് ഓർത്തുകൊണ്ടാണോ കരയുന്നത്? നരകത്തെ കുറിച്ച് ഓർത്തുകൊണ്ടാണോ കരയുന്നത്? ഏത് കാര്യം ഓർത്തുകൊണ്ടാണ് കരയുന്നത് എന്ന് ബഹുമാനപ്പെട്ട അലിയാർ തങ്ങൾ ചോദിക്കുമ്പോൾ നബിതങ്ങൾ പറയുകയാ, അല്ലയോ ഫാത്തിമ, അല്ലയോ അലിയേ, ആകാശത്തിലേക്ക് രാപ്രയാണം ചെയ്യിപ്പിക്കപ്പെട്ട രാത്രിയിൽ സ്വർഗത്തെ എനിക്ക് കാണിക്കപ്പെട്ടു അലിയേ, സ്വർഗത്തെ എനിക്ക് കാണിക്കപ്പെട്ടു ഫാത്തിമ, സ്വർഗത്തിന്റെ ഭക്ഷണം എനിക്ക് കാണിക്കപ്പെട്ടു ഫാത്തിമ, സ്വർഗത്തിന്റെ പാനീയം എനിക്ക് കാണിക്കപ്പെട്ടു ഫാത്തിമ, സ്വർഗത്തിന്റെ വസ്ത്രം എനിക്ക് കാണിക്കപ്പെട്ടു ഫാത്തിമ, സ്വർഗത്തിന്റെ മുഴുവൻ അനുഗ്രഹങ്ങളും എനിക്ക് കാണിക്കപ്പെട്ടു ഫാത്തിമ. ഞാൻ അവിടെ വെച്ച് സന്തോഷിച്ചു പോയി. എന്റെ സമുദായമാണ് ഈ വിശാലമായ അത്ഭുതകരമായ സ്വർഗത്തിലേക്ക് കടക്കേണ്ടിയുള്ളത്. അൽഹംദുലില്ലാഹ്. ആ സന്ദർഭത്തിലും അങ്ങയുടെ സമുദായത്തെ കുറിച്ച് ചിന്തിച്ചു പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ റഅയ്തുന്നാർ, നരകത്തെ ഞാൻ കണ്ടുപോയി ഫാത്തിമ. നരകത്തിൽ കിടന്ന് ശിക്ഷകൾ അനുഭവിക്കുന്ന നരകവാസികളെ ഞാൻ കണ്ടുപോയി ഫാത്തിമ എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരഞ്ഞുകൊണ്ട് പറയുകയാ, ആ ഭീകരമായ ശിക്ഷകളാണല്ലോ എന്റെ സമുദായത്തിൽപ്പെട്ടവർ അനുഭവിക്കേണ്ടിയുള്ളത്, എന്റെ സമുദായത്തിൽപ്പെട്ട സഹോദരിമാർ അനുഭവിക്കേണ്ടിയുള്ളത്. ആ ഭീകരമായ നരകത്തിലേക്കല്ലേ എന്റെ സമുദായത്തിൽപ്പെട്ട സഹോദരിമാർ പ്രവേശിക്കേണ്ടിയുള്ളത്. ഈ രംഗത്തെ കുറിച്ച് ഓർത്തുകൊണ്ട്, അങ്ങയുടെ സമുദായത്തെ കുറിച്ച് ഓർത്തുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരയുകയാ, വഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, സൂറത്തുൽ മാഇദയുടെ അവസാന ഭാഗത്തിലുള്ള ആയത്താണ് വഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക വഇൻ
تغفر لهم فإنك أنت العزيز الحكيم. എന്താണ് സഹോദര ആയത്തിന്റെ അർത്ഥം? ഇൻ തുഅദ്ദിബുഹും, നീ അവരെ ശിക്ഷിക്കുകയാണ് എങ്കിൽ, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിഷയവുമായി ഇറങ്ങിയ ആയത്താ. മാഇദ ഇറക്കി കൊടുക്കുവാൻ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഹവാരികൾ കൽപ്പിച്ചു. കൽപ്പന പ്രകാരം അല്ലാഹുവിന്റെ പ്രവാചകർ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു. മാഇദ ഇറക്കി കൊടുത്തു. അവർ അംഗീകരിച്ചില്ല. അല്ലാഹുവിന്റെ ഖുദ്റത്തിനെ തിരസ്കരിച്ചു. പ്രവാചകത്വത്തെ അംഗീകരിച്ചില്ല, ആക്ഷേപിച്ചു. ഈ സമുദായം വിളിച്ചു പറയുകയാ, ഞങ്ങൾക്ക് ഏതൊരു ശിക്ഷ കിട്ടിയാലും ഞങ്ങൾ ഏറ്റെടുത്തുകൊള്ളാം. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസയോട് പറഞ്ഞു, ഞാൻ മാഇദയെ നിന്റെ സമുദായത്തിന്റെ മേൽ ഇറക്കി തരുന്നതാ, നിന്റെ ദുആഇനെ ഞാൻ സ്വീകരിക്കുന്നതാ. അതിലൂടെ നീ ആഗ്രഹിക്കുന്ന കാര്യം നടപ്പിലാകും. പക്ഷേ എന്നിൽ വിശ്വസിക്കണം. നിന്റെ പ്രവാചകത്വത്തെ അംഗീകരിച്ചുകൊണ്ടുള്ള ജീവിതം നിന്റെ സമുദായം നയിക്കണം. ഇല്ല എങ്കിൽ ഒരു സമുദായത്തിനും കൊടുക്കാത്ത അവസ്ഥയിലുള്ള ശിക്ഷ നിന്റെ സമുദായത്തിന്റെ മേലിറക്കി കൊടുക്കുന്നതാണ് എന്ന് പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുമ്പോൾ ഈസാ നബി ചോദിക്കുകയാ, ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക. ഏ അല്ലാഹ്, നീ അവരെ ശിക്ഷിക്കുകയാണ് എങ്കിൽ നിനക്ക് അധികാരമുണ്ട്. അവർ നിന്റെ അടിമകളാണ്, അവർ നിന്റെ അടിമകൾ തന്നെയാണ്. വഇൻ തഗ്ഫിർ ലഹും, മറിച്ച് നീ അവർക്ക് പുറത്തു കൊടുക്കുകയാണ് എങ്കിൽ ആരും നിന്നോട് ചോദിക്കൂല, എന്തിനാണ് അല്ലാഹ് ഇവർക്ക് നീ പുറത്തു കൊടുത്തത്, ഇവർക്ക് നീ മാപ്പാക്കി കൊടുത്തത് എന്ത് എന്ന് ആരും തന്നെ നിന്നോട് ചോദിക്കുകയില്ല. അല്ലാഹ് ഫഇന്നക അൻതൽ അസീസുൽ ഹകീം, കാരണം നീ തന്ത്രജ്ഞനാണ്, അജയ്യനാണ്, നീ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നവനാണ്, നീ കരുണയുള്ളവനാണ്. ആരും തന്നെ ഒന്നും തന്നെ നിന്നോട് ചോദിക്കുന്നതല്ല എന്നുള്ള ഖുർആനിക വചനം ഓതിക്കൊണ്ട്, ഈ ആശയം ഉൾക്കൊള്ളുന്ന ആയത്തുകൾ ഓതിക്കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസത്തിന്റെ രാത്രി മുഴുവനും നമസ്കാരത്തിൽ വ്യാപൃതനായി പോയി. കേവലം ഒരേ ഒരു ആയത്ത് ആവർത്തിച്ച് ആവർത്തിച്ച് ഓതുകയാ, വഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക എന്നുള്ള ആയത്ത് ഓതുന്നു. അല്ലാഹുവിന്റെ ഹബീബ് സ്വലാത്ത് ചൊല്ലു സഹോദരന്മാരെ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരയുകയാണ്. ഭീകരമായ കരച്ചില്, ഭയങ്കരമായ കരച്ചില്. ഈ കരച്ചില് കണ്ടുകൊണ്ട് പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിച്ചിട്ട് പറയുകയാ, എന്റെ ഹബീബ് ഒരു ആയത്ത് ആവർത്തിച്ച് ആവർത്തിച്ച് പാരായണം ചെയ്യുകയാ. എന്റെ ഹബീബ് വല്ലാതെ കരയുകയാണ്. എന്ത് കാരണത്താലാണ് കരയുന്നത്? ജിബ്രീലേ, നീ ഒന്ന് തിരക്കണം. ബഹുമാനപ്പെട്ട മുഖറബുൽ അംലാഖ് മലക്കു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ ഹബീബിലേക്ക് കടന്നു വരികയാ. നമസ്കാരം പൂർത്തീകരിച്ചിട്ടില്ല. ഈ ആയത്ത് വീണ്ടും ഓതിക്കൊണ്ടിരിക്കുന്നു. ഉമ്മത്തി ഉമ്മത്തി ഉമ്മത്തി, എന്റെ സമുദായത്തെ നീ രക്ഷിക്കണമേ അല്ലാഹ്, എന്റെ സമുദായത്തെ നീ സഹായിക്കണമേ അല്ലാഹ്. നബി തങ്ങൾ അങ്ങയുടെ സമുദായത്തെ കുറിച്ച് ഓർത്തുകൊണ്ട് കരയുമ്പോൾ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വന്ന് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങ് എന്തിനാണ് കരയുന്നത്? അല്ലാഹു തആല അങ്ങയിലേക്ക് എന്നെ അയച്ചിരിക്കുകയാ, കാര്യം തിരക്കുന്നതിന് വേണ്ടി വന്നിരിക്കുകയാ. എന്തിന്റെ പേരിലാണ് അങ്ങ് കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഹബീബായ റസൂലുള്ളാഹ്, ഹബീബായ റസൂലുള്ളാഹ്
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരഞ്ഞുകൊണ്ട് പറയുകയാ, എന്റെ സമുദായത്തെ കുറിച്ച് ഓർത്തുകൊണ്ട് കരയുകയാ, എന്റെ സമുദായത്തിന്റെ അവസ്ഥകളെ കുറിച്ച് ഓർത്തുകൊണ്ട് കരയുകയാ. നാളെ മഹ്ശറിന്റെ വേളയിൽ എന്റെ സമുദായത്തിന്റെ അവസ്ഥ എപ്രകാരമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് കരയുകയാ എന്ന് ലോകൈക ഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിലേക്ക് കടന്നു ചെന്നിട്ട് പറയുകയാ, ഏ അല്ലാഹ്, നിന്റെ ഹബീബ് കരയുന്നത് ഭാര്യയെ കുറിച്ച് ഓർത്തുകൊണ്ടല്ല, നിന്റെ ഹബീബ് കരയുന്നത് മക്കളെ കുറിച്ച് ഓർത്തുകൊണ്ടല്ല, നിന്റെ ഹബീബ് കരയുന്നത് പ്രവിശാലമായ ദുനിയാവിനെ കുറിച്ച് ഓർത്തുകൊണ്ടല്ല, മറിച്ച് അങ്ങയുടെ സമുദായത്തെ കുറിച്ച് ഓർത്തുകൊണ്ട് കരയുകയാണ് അല്ലാഹ് എന്ന് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം സർവശക്തനായ അല്ലാഹുവിനോട് പറയുമ്പോൾ ഇന്നാ സനുർദീ, അല്ലാഹു പറയുകയാ, തീർച്ചയായും അങ്ങയുടെ സമുദായത്തെ തൊട്ട് ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അങ്ങ് ആഗ്രഹിക്കുന്നത് എന്തോ അത് ഞാൻ നടത്തി തരുന്നതാണ്. പറഞ്ഞു കൊടുക്കുക ജിബ്രീൽ, എന്റെ ഹബീബിലേക്ക് കടന്നു ചെല്ലുക ജിബ്രീൽ. എന്റെ ഹബീബ് വിഷമിക്കാൻ പാടില്ല, എന്റെ ഹബീബിനെ വിഷമിപ്പിക്കാൻ പാടില്ല, എന്റെ ഹബീബിനെ സന്തോഷിപ്പിച്ചുകൊള്ളുക, വേഗം കടന്നു ചെല്ലുക. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു ചെന്നു. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹുവിന്റെ കൽപ്പന അറിയിക്കുകയാ, യാ റസൂലല്ലാഹ്, വിഷമിക്കണ്ട റസൂലേ, വിഷമിക്കണ്ട പ്രവാചകരെ, അങ്ങയുടെ സമുദായത്തെ തൊട്ട് അല്ലാഹു തആല തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് കരച്ചിൽ നിർത്തിപ്പോയി. ആർക്ക് വേണ്ടിയാ സഹോദരി കരഞ്ഞത്? ആർക്കു വേണ്ടിയാ സഹോദരാ കരഞ്ഞത്? നമുക്ക് വേണ്ടിയാ കരഞ്ഞത്.